ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടാൻ ഉപയോഗിച്ച ടിപ്സ് ആൻഡ് ട്രിക്സ്, പീഡനത്തിന് പിന്നിലുണ്ടായ മോട്ടിവേഷൻ എന്നിവയെ കുറിച്ചാണ് നമ്മുടെ ഇന്റർവ്യൂ. ഒരുപക്ഷെ ഗോവിന്ദചാമി പിടിക്കലായില്ലായിരുന്നെങ്കിൽ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിന്റെ തംബ്നെയിലും ഹൈലൈറ്റ്സും ഇങ്ങനെ ആയിരുന്നേനെ. നിങ്ങളെല്ലാവരും ഇതിനോടകം വെറൈറ്റി മീഡിയ എന്നുള്ള ചാനലിന്റെ വൈറലായ ഇന്റർവ്യൂ ക്ലിപ്പിംഗ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകണം. മിസ്റ്റർ മമ്മൂസ് എന്നാണ് ആ ഇന്റർവ്യൂ കൊടുത്ത വ്യക്തിയുടെ പേര്. ആദ്യം ഈ ഇന്റർവ്യൂയുടെ ക്ലിപ്പ് കണ്ടപ്പോൾ ഇദ്ദേഹം ആരാണ്, എന്തിനാണ് ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് അറിയാനായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പിന്നീട് മനസ്സിലായി സ്ട്രീമർ തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം കോണ്ടന്റ് ക്രിയേറ്റർ ആണോ, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് ആ ഇന്റർവ്യൂ കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ല. ബട്ട് അതിൽ വിവാദപരമായിട്ടുള്ള ക്ലിപ്പ് എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ അഭിമാന പുരസരം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ സ്ത്രീകളുടെ കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുമായിരുന്നു. ഇതിപ്പോ ഇയാൾക്ക്, ഞാൻ മനസ്സിലാക്കുന്ന ഇയാൾക്ക് 18 19 വയസ്സേ ഇപ്പോഴുള്ളൂ. ഇതൊരു 3-4 കൊല്ലം മുമ്പ്, അതായത് ഒരു ടീനേജർ ആയിരുന്നു, 15-16 വയസ്സ് ഉള്ളപ്പോൾ നടന്നൊരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടെ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു, എന്നിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നു എന്നുള്ളത്. അപ്പൊ എനിക്കിതില് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ ആങ്കർ നമ്മൾ എല്ലാവരും കണ്ട പോലെ അവർ വളരെയധികം ക്യൂരിയോസിറ്റി കൊണ്ടാണോ പ്രായത്തിന്റെ ആണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. 2, ഇത് ഇവരവിടെ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നതാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അവിടെ പ്രൊഡ്യൂസർ ഉണ്ടാവാം, ഷോ ഡയറക്ടേഴ്സ് ഉണ്ടാവാം, ക്യാമറാമാൻ ഉണ്ടാവാം. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു കോണ്ടന്റ് ഒരു ചാനലിൽ നമ്മൾ ക്രിയേറ്റഡ് ആവുമ്പോൾ അത് ഫൈനലി അപ്രൂവ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ ഇവർ റിവ്യൂ ചെയ്യുന്ന സമയത്തോ ഒന്നും ഇതൊരു വിവാദപരമായിട്ടുള്ള കണ്ടന്റ് ആണ്, എന്ത് മെസ്സേജാണ് നമ്മൾ സൊസൈറ്റിയിൽ ഇതുകൊണ്ട് കൊടുക്കുന്നതെന്നൊന്നും ആ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, വെറൈറ്റി മീഡിയ എന്നുള്ള ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആർക്കും തോന്നിയില്ലേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ എല്ലാ വ്യൂസിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നതാ നിലയ്ക്കാണ് ഈ ചാനലുകൾ പോകുന്നെങ്കിൽ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇയാള് വളരെ ഇതായിട്ട് പറയുന്ന കാര്യം ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളത് പക്ഷെ ഒരുപാട് പേർക്ക് എത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുക, അത് നമ്മൾ കാണുക എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ ട്രോമ നൽകുന്ന കാര്യം പുള്ളിക്കാരൻ വളരെ പുളകം കൊണ്ട് പറയും. മറ്റൊരു സ്ത്രീ അതിനെ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ്. ഇങ്ങനത്തെ ഓൺലൈൻ ഇന്റർവ്യൂകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ചർച്ചകൾ ഇവിടെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രിപ്ഷൻ ഒട്ടും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.